അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹൂദ ബാലനായിരുന്ന ദാനിയേൽ, രാജകുടുംബത്തിൽ ജനിച്ചവനും സുന്ദരനും, യഹോവയുടെ ന്യായപ്രമാണം വിട്ടുകളയാതെ ദൈവത്തെ അനുസരിച്ചവനായ ദാനിയേൽ, അശുദ്ധനാകുവാൻ ഇടവരാതെ തന്നെത്താൻ സൂക്ഷിച്ചിരുന്നവനായ ദാനിയേൽ, ബാബേൽ രാജാവിനാൽ പിടിക്കപ്പെട്ട് തൻ്റെ ദേശമായ യഹൂദ നാട്ടിൽ നിന്നും ബാബേലിൽ എത്തിപ്പെട്ടിരിക്കുന്നു. യഹൂദ രാജാക്കന്മാരും പ്രമാണികളും മുഴുവൻ ജനങ്ങളും പാപത്തിൽ രസിച്ചുകൊണ്ടിരുന്നപ്പോഴും ദാനിയേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. യഹൂദ രാജാവും പട്ടാളക്കാരും പാപത്തിൽ രസിച്ചിരുന്നതിനാൽ ദൈവം അവരെയും ജനങ്ങളെയും ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചിരുന്ന ദാനിയേലും ദുഷ്ടന്മാരും പാപികളുമായി ജനത്തോടൊപ്പം ബാബേലിൽ എത്തിപ്പെട്ടു. എന്നാൽ ദാനിയേൽ അവിടെയും തൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉത്സാഹം കാണിച്ചു. ഞാൻ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചിട്ടും എനിക്കെന്ത് ഗുണമെന്നൊന്നും ദാനിയേൽ ചിന്തിച്ചില്ല. ബാബേലിൽ അവൻ അടിമ ബാലനായിരിക്കുമ്പോഴും അവൻ ന്യായപ്രമാണം അനുസരിച്ചു. അപ്പോഴാണ് ദാനിയേലിനും അവൻ്റെ കൂട്ടുകാർക്കും രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുവാനൊരു അവസരം വന്നത്. എന്നാൽ ആ അവസരത്തിനു വേണ്ടി വലിയ ഒരു പരീക്ഷ നേരിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. 3 വർഷക്കാലം അവർ പരിശീലനത്തിലായിരിക്കണമായിരുന്നു. ഈ കാലയളവിൽ രാജാവ് അവർക്ക് രാജഭോജനവും രാജവീഞ്ഞും വാഗ്ദാനം ചെയ്തെങ്കിലും ന്യായപ്രമാണപ്രകാരം യഹൂദന്മാർക്കത് ഉപയോഗിക്കുന്നതിൽ വിലക്കുണ്ടായിരുന്നതിനാൽ ദാനിയേൽ തീരുമാനിച്ചു, ഞാൻ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധൻ ആക്കുകയില്ല എന്ന്. ദാനിയേലിൻ്റെ ജീവിത രീതി ദൂരത്തു നിന്നും നിരീക്ഷിക്കുന്നവനായ കർത്താവ് അവൻ്റെ തീരുമാനം നടപ്പിലാക്കുവാൻ ഷണ്ഡാധിപനെ ദാനിയേലിനോട് കരുണ തോന്നുമാറാക്കി. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുവാൻ തക്കവണ്ണം ദാനിയേലിനും തൻ്റെ കൂട്ടുകാർക്കും ദൈവം വലിയ കൃപ ചെയ്തു. രാജഭോജനവും രാജവീഞ്ഞും കുടിച്ചിരുന്ന ബാലന്മാരെക്കാൾ വെജിറ്റേറിയൻ ആഹാരം കഴിച്ചിരുന്ന ദാനിയേലിൻ്റെയും അവൻ്റെ സ്നേഹിതരുടെയും മുഖം ശോഭയുള്ളതായും ആരോഗ്യമുള്ള ശരീരം ഉള്ളവരായും സകല ബാലന്മാരെക്കാളും ജ്ഞാനികളായും അവർ തീർന്നതിനാൽ കൊട്ടാര ജോലിക്കാരായി അവർ ഉയർത്തപ്പെട്ടു. കൊട്ടാര ജോലിയിൽ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരിൽ ഏറ്റവും പ്രബലനായിരുന്നത് രാജാവിൻ്റെ ഏതു പ്രശ്നങ്ങളിലും ആലോചന പറഞ്ഞു കൊടുത്തിരുന്ന ഒരു പറ്റം മന്ത്രവാദികളായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് തങ്ങൾ അറിയിക്കുന്നതെന്ന വ്യാജ പ്രവചനങ്ങളും വ്യാജ ഉപദേശങ്ങളും കൊടുത്തുകൊണ്ട് അവർ രാജാവിനെ അവരുടെ വശത്താക്കിയിരുന്നു. അതേസമയം ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിക്കുന്ന ദാനിയേലും അവൻ്റെ കൂട്ടുകാരും അതേ കൊട്ടാരത്തിൽ സേവ ചെയ്തു വന്നു. സകലതും തൻ്റെ സമയത്ത് മാത്രം ചെയ്യുന്ന ദൈവം കൊട്ടാര മന്ത്രവാദികളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് രാജാവിനൊരു സ്വപ്നം കാണിക്കുകയും ഉടനെ തന്നെ സ്വപ്നം മറപ്പിക്കുകയും ചെയ്തു. സ്വപ്നം താൻ മറന്നെങ്കിലും സ്വപ്നം നിമിത്തം താൻ നേരിട്ട ഭീതിയിൽ നിന്നും മോചിതനാകുവാൻ ദൈവം അവന് സമ്മതിച്ചില്ല. എപ്പോഴും താൻ മന്ത്രവാദികളെ ആശ്രയിച്ചിരുന്നതുപോലെ ഇപ്പോഴും രാജാവ് മന്ത്രവാദികളെ തന്നെ സ്വപ്നവും അർത്ഥവും പറയുവാൻ വിളിപ്പിച്ചുവെങ്കിലും ദൈവത്തെയും രാജാവിനെയും കബളിപ്പിക്കുവാൻ മന്ത്രവാദികൾക്ക് കഴിയാതിരുന്നതിനാൽ സകല മന്ത്രവാദികളെയും അവരുടെ കൂടെ ദാനിയേലിനെയും തൻ്റെ കൂട്ടുകാരെയും കൊല്ലുവാൻ രാജാവ് അന്വേഷിച്ചു. ദാനിയേൽ ദൈവത്തോട് നിലവിളിച്ചു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം രാജാവ് കണ്ട ദർശനവും അതിൻ്റെ അർത്ഥവും ദാനിയേലിന് വെളിപ്പെടുത്തി. അടിമയായിരുന്ന ദാനിയേൽ രാജാവിൻ്റെ പ്രിയപ്പെട്ടവനായി തീരുകയും മന്ത്രവാദികളോട് ആലോചന ചോദിക്കാതെ ദാനിയേലിലും അവൻ്റെ ദൈവത്തിലും രാജാവ് ആശ്രയിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ദാനിയേലിനെ അടിമയായി പിടിച്ചുകൊണ്ടു പോയപ്പോൾ എല്ലാവരും ചിന്തിച്ചു, ദാനിയേൽ അടിമയായി തന്നെ തകരുമെന്ന്. പാപത്തിൽ രസിച്ചവർ അടിമകളായാണ് പാപത്തിൽ രസിച്ചവർ
അടിമകളായത് നാശത്തിനു വേണ്ടിയായിരുന്നുവെങ്കിൽ ദാനിയേലിനെ ദൈവം ബാബേലിലേക്ക് കൊണ്ടുവന്നത് ബാബേൽ രാജാവിൻ്റെ മന്ത്രവാദികളിൽ നിന്നും രക്ഷിക്കുവാനും രാജാവിന് മാനസാന്തരം വരുത്തുവാനുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവവചനം അനുസരിച്ച് ജീവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മെ തകർക്കുവാനല്ല, ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. കാലാലോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടി എങ്ങനെ മത്സരിച്ചോടും? സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കുക, അതിൽ കൂടി ഒരു ഉയർച്ചയും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു താഴ്ച മറ്റൊരു ഉയർച്ചയിലേക്കുള്ള വഴിയാണെന്ന് നാം മറന്നു പോകരുത്. കാലങ്ങൾ ചിലത് ദാനിയേലിനെ വിട്ട് കടന്നുപോയി. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദര്യാവേസ് രാജാവിന് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കണമായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസൻ ആയിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഒരു തെറ്റും ചെയ്യുവാൻ തയ്യാറാകാതിരുന്ന ദാനിയേലിനെ ഒടുക്കുവാൻ അന്ന് മുതൽ 122 പേരും ശ്രമിക്കുകയാണ്. കാരണം ദാനിയേലിന് മുമ്പിൽ കള്ളക്കണക്കുകൾ വിലപ്പോവുകയില്ല. ദേശത്തുള്ള സകല മന്ത്രവാദികളെക്കാളും ജ്ഞാനികളെക്കാളും ദാനിയേൽ ജ്ഞാനിയായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു, തന്നെത്താൻ അശുദ്ധൻ ആവുകയില്ല എന്ന തീരുമാനമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ 122 പേരും ഒറ്റക്കെട്ടായി ദാനിയേലിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. എന്നാൽ അവർ കൊലപാതകികളാകാതെ ദാനിയേലിനെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു ആശയമായിരുന്നു 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന പുതിയ നിയമം രാജാവിനെ കൊണ്ട് ഉണ്ടാക്കിക്കുക എന്നത്. ദാനിയേൽ തൻ്റെ ദൈവത്തോട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നത് ഇവർ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ദാനിയേലിൻ്റെ വിശുദ്ധിക്കും ശക്തിക്കും കാരണം ഈ പ്രാർത്ഥനയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിനാൽ ആ പ്രാർത്ഥന നിർത്തലാക്കിയാൽ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ നശിച്ചു പോകുന്ന രാജാവിനോട് പ്രാർത്ഥിച്ച് ദാനിയേൽ തീർന്നു പോയിക്കൊള്ളും. അഥവാ അവൻ ജീവനുള്ള ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചാൽ അവനെ പിടിച്ച് സിംഹക്കുഴിയിലിടുവാൻ പാകത്തിനാണ് പുതിയ നിയമം അവർ ഉണ്ടാക്കിച്ചത്. എന്നാൽ ഇതൊന്നും ദാനിയേലിനെ ദൈവത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ദാനിയേൽ ഇതാ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. ഗുഹയുടെ വായ്ക്കൽ ഒരു വലിയ കല്ല് കൊണ്ടുവന്നു വെച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്ത് ആ രാജ്യത്ത് അത്ര വലിയ കല്ല് ലഭ്യമല്ലായിരുന്നു എന്നും ആ വലിയ കല്ല് മറ്റെവിടെ നിന്നോ കൊണ്ടുവന്നു വെച്ചതാണെന്നും പറയപ്പെടുന്നു. എന്തു തന്നെയായാലും രാജാവും മഹത്തുക്കളും കല്ലിന് മുദ്രയിട്ടു. ലോകപ്രകാരം നോക്കിയാൽ ദാനിയേലിന് ആ ഗുഹയിൽ നിന്നും പുറത്തു വരുവാൻ കഴിയുകയില്ല. അഥവാ അവൻ പുറത്തു വന്നാൽ അവനെ വീണ്ടും കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ഒരു തെറ്റിന് ഒരു പ്രാവശ്യം മാത്രമാണല്ലോ ശിക്ഷ. ദാനിയേലിൻ്റെ ദൈവമോ കല്ല് ഉരുട്ടി നീക്കിയില്ല. ദൈവം ദാനിയേലിനെ വിളിക്കുന്ന പേര് തന്നെ ദൈവം ദാനിയേലിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, അത് തന്നെത്താൻ അശുദ്ധനാക്കാതെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണ് ദാനിയേൽ. എങ്കിലും ദൈവം നിശബ്ദൻ ആയിരുന്നു. രാജ്യത്തിലെ പ്രധാനപ്പെട്ട 122 ആളുകൾ ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തിയത് ദാനിയേൽ അറിഞ്ഞില്ല. എന്നാൽ ദൈവം അത് അറിഞ്ഞുവെങ്കിലും പ്രതികരിച്ചില്ല. അവർ ഏകമനസ്സോടെ രാജാവിനെ സമീപിച്ച് ദാനിയേലിനെതിരെ നിയമം ഉണ്ടാക്കുവാൻ തീരുമാനിച്ചതും ദാനിയേൽ അറിഞ്ഞില്ല. എന്നാൽ ദൈവം അത് അറിഞ്ഞിരുന്നെങ്കിലും ദൈവം പ്രതികരിക്കുകയോ ദാനിയേലിനോട് പറയുകയോ ചെയ്തില്ല. 122 പ്രധാനികളും രാജാവും നിയമം ഉണ്ടാക്കുന്നതും ഒപ്പുവെക്കുന്നതും ദാനിയേൽ അറിഞ്ഞില്ല. എങ്കിലും ദൈവം അറിഞ്ഞിട്ടും ദാനിയേലിനോട് പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. നിയമം ഒപ്പുവെച്ച് രാജ്യത്ത് വിളംബരം ചെയ്തപ്പോഴാണ് ദാനിയേൽ നിയമത്തെക്കുറിച്ച് അറിഞ്ഞത് തന്നെ. എങ്കിലും നിയമം മാറ്റിത്തന്ന് തന്നെ രക്ഷിക്കണമെന്ന് ദാനിയേൽ രാജാവിനോടാകട്ടെ ദൈവത്തോടാകട്ടെ പ്രാർത്ഥിച്ചില്ല.
താൻ നിത്യം ചെയ്യുന്നത് പോലെ ജെറുസലേം ദേവാലയത്തിന് നേരെ കിളിവാതിൽ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചു. താൻ സിംഹക്കുഴിയിൽ വീഴേണ്ടി വന്നുവെങ്കിലും ദാനിയേൽ ആരോടും പരാതി പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തില്ല. താൻ അപ്പോഴും തൻ്റെ തീരുമാനം പുതുക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. തൻ്റെ പ്രിയമകനായ ദാനിയേൽ ഇപ്പോൾ സിംഹക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. ഗുഹയുടെ വായ്ക്കൽ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ല് ദാനിയേലിന് നീക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിനറിയാം. എങ്കിലും ദൈവം കല്ല് നീക്കുകയല്ല, ദാനിയേലിനെ ചുമന്ന് അവനോടുകൂടെ സിംഹക്കുഴിയിൽ വസിക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയാലും ഓർക്കുക, ഉറങ്ങാതെ മയങ്ങാതെ അവൻ നമ്മെ കാവൽ ചെയ്യുന്നുണ്ട്. കഷ്ടകാലത്ത് അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. ഏത് പ്രതികൂലത്തിലും അവൻ നമ്മെ വിട്ടുപിരിയാതെ കൂടെ ഇരിക്കുന്നവരാണ്. തന്നെത്താൻ ഞാൻ അശുദ്ധനാവുകയില്ല എന്ന നമ്മുടെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തി ജീവിക്കണം. ദാനിയേലിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ദാനിയേലിന് വേണ്ടി യുദ്ധം ചെയ്തത് ദൈവമായിരുന്നു. ഭരണാധികാരികളോ സ്നേഹിതരോ നിശബ്ദരായി തീർന്നാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. ജീവനോടെ തന്നെ സിംഹക്കുഴിയിൽ നിന്നും പുറത്തു വന്ന ദാനിയേൽ പിന്നെ കേട്ടത് തന്നെ സിംഹങ്ങളുടെ ഭക്ഷണമാക്കുവാൻ നോക്കി ഇവർ നിലവിളിക്കുന്ന ശബ്ദമായിരുന്നു. 122 പ്രമാണികൾക്ക് ഒരു ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നെങ്കിൽ 366 പേർ സിംഹക്കുഴിയിൽ ദാനിയേലിന് പകരമായി വീണു. സിംഹങ്ങൾ അവരെ തകർത്തപ്പോഴുള്ള നിലവിളി ശബ്ദമാണ് ദാനിയേൽ കേട്ടത്. ആകയാൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും തളർന്നു പോകാതെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് പോരാടാം. ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വേദനയാൽ അയ്യം വിളിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിവേഗ യാത്ര ചെയ്യുന്ന അങ്ങയുടെ വചനം അയച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.